വചനമൊഴി ഏപ്രിൽ 21. വചനഭാഗം റോമ 4:1-8, യോഹന്നാന്റെ സുവിശേഷം 14:18-28. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അല്പസമയം കൂടി കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. യൂദാസ് കറിയാത്തയല്ല, അവനോട് പറഞ്ഞു, നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു, എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞതെന്താണ്? ഈശോ പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനോടൊപ്പം വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇവ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന ആശ്വാസകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്ന പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഉത്ഥിതനായ മിശിഹ എപ്രകാരമാണ് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് എന്ന കാര്യമാണ് മിശിഹായുടെ പീഡാനുഭവ കുരിശുമരണ ഉത്ഥാനത്തിന് മുൻപ് തന്നെ ഈശോ പറയുന്ന ഈ വാക്കുകളിൽ നാം ശ്രവിക്കുന്നത്. ഈശോ പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അല്പസമയം കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ആ അല്പസമയം മിശിഹായുടെ പീഡാനുഭവ കുരിശുമരണ ഉത്ഥാന നിമിഷങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ലോകം മിശിഹായെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഉത്ഥാനാനന്തരമുള്ള മിശിഹായുടെ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഇവിടെ തിരുവചനം പറയുന്നത്. മിശിഹായുടെ വചനം സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനിൽ പിതാവിൻ്റെ സ്നേഹവും പുത്രന്റെ സ്നേഹവും ഉണ്ടായിരിക്കുമെന്നും പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധ റൂഹായെ പുത്രൻ നമുക്ക് സഹായിയായി നൽകുമെന്നുമാണ് സുവിശേഷം പറയുന്നത്. പരിശുദ്ധ റൂഹായുടെ കൃപയോട് സഹകരിച്ച് ഉത്ഥിതനായ മിശിഹ നൽകുന്ന സന്തോഷവും സമാധാനവും പ്രത്യാശയും ജീവിക്കുവാൻ സാധിക്കുമെന്നാണ് ഈശോ നമ്മോട് പറയുന്നത്. ഉത്ഥിതനായ മിശിഹ വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധ റൂഹായുടെ ചൈതന്യത്തിൽ ജീവിക്കുന്നതിനും വളരുന്നതിനും ദൈവകൃപ പ്രാർത്ഥിക്കുകയും ഉത്ഥാന അനുഭവത്തിൽ വളരുവാൻ പരിശ്രമിക്കുകയും ചെയ്യാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.